പ്രസവ കാലഘട്ടത്തിൽ പലപ്പോഴും നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന സമീപനം നമ്മൾ സ്വീകരിക്കുമ്പോ അതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നമുക്ക് ഉപയോഗിക്കാനും അത് കഴിഞ്ഞാൽ വലിച്ചെറിയുവാനുമുള്ള ഒന്നല്ല നമ്മുടെ ഉമ്മ. അവർ നമ്മുടെ എത്രയോ മുകളിലാണ്. പകരം നൽകാൻ കഴിയാത്ത, പകരം നിർത്താൻ കഴിയാത്ത ഏറ്റവും വലിയ സമ്പത്താ ഉമ്മയാണ്. മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഉമ്മ എന്നെ വേദനിപ്പിക്കുകയാണ്, എന്നെ ചീത്ത പറയാണ്. ഞാൻ എന്ത് ചെയ്യണം നബിയേ? ഞാൻ എന്റെ ഉമ്മാക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, മോനെ, ആ ഉമ്മയോടുള്ള കടപ്പാട് നീ വീട്ടിക്കോ. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണം ആ ഉമ്മ മുറിച്ചെടുത്താലും ഉമ്മയോടുള്ള കടപ്പാടിന്റെ 4/1 പോലും വീട്ടിയാളല്ല നീ. എന്നിട്ട് പറഞ്ഞു, മോനെ, അമാ അലിംത, നിനക്കറിയില്ലേ, അന്നൽ ജന്നത തഹത അഖ്ദാമിൽ ഉമ്മഹാത്, മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗമെന്ന കാര്യം നിനക്കറിയില്ലേ മോനെ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ കാലടി കീഴിലാണ് സ്വർഗം. അത് നമ്മൾ നേടിയേ മതിയാവും. നമ്മുടെ വീട്ടിലെ റാണിയാവണം അവര്. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു. അമ്മായി എന്ന് പറഞ്ഞാല് വാപ്പായുടെ സഹോദരിയാണ് അമ്മായി. എനിക്കൊരമ്മായി ഉണ്ടായിരുന്നു. ആ അമ്മായിയെ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചയച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചയച്ചു. അമ്മായിക്ക് 2 മക്കൾ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടിയെ നേരത്തെ കല്യാണം കഴിച്ചയച്ചു. അതിനുള്ള അമ്മായിക്കാക്ക മരിച്ചു. ഈ ടേംസ് തന്നെയാണ് ഇവിടേക്ക് ഉള്ളത്. അമ്മായി എന്നല്ലേ പറയാം, അല്ലെ? അമ്മായി. അങ്ങനെ കല്യാണം കഴിച്ചയച്ചു. കല്യാണം കഴിച്ചയച്ചിട്ട് അവരിങ്ങനെ താമസിക്കാൻ ചെന്നൈയിലാണ്. ഈ ചെറുപ്പക്കാരൻ നല്ലോണം പഠിക്കും, ചെറിയ കുട്ടിയാണ്, നല്ലോണം പഠിക്കും. അമ്മായി അടുത്ത വീട്ടിലെ പണിക്ക് പോയി. അങ്ങനെയൊക്കെയുള്ള ഉമ്മമാരുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ട് എന്റെ നാടിന്റെ വീടിന്റെ അടുത്തുള്ള പാടത്ത് ഇങ്ങനെ ഞാറ് നടുന്ന ഉമ്മമാരെപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പലപ്പോഴും എന്തിനാണ് ഇപ്പൊ എന്റെ ഉമ്മയൊന്നും അങ്ങനെ പണിക്ക് പോലല്ലോ, എന്തിനാ അവരും ഇങ്ങനെ പണിക്ക് പോകണമെന്നാലേക്കും. പിന്നെയാണ് മനസ്സിലായത് അവർ വിധവകളാണ്, അല്ലേ? വിധവകളാ. വൈദവ്യത്തിന്റെ നൊമ്പരം പേറുമ്പോ മറ്റൊരു കല്യാണം കഴിക്കാനുള്ള യൗവനമുണ്ടായിട്ടും അനാഥരായ തന്റെ മക്കളെ പോറ്റാൻ പാടത്തും പറമ്പിലും പണിക്ക് പോകുന്ന ഉമ്മമാരെ പോലെ ലോകത്ത് ത്യാഗം സഹിച്ചവരുണ്ടോ? അങ്ങനെയൊക്കെ ഉള്ളവര് ചിലപ്പോ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അള്ളാഹു അമ്മാരുടെ, ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. ചില കുട്ടികൾ ചെറുപ്പത്തില് വലിയ കഷ്ടപ്പാടും അധ്വാനമൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവർക്ക് അള്ളാഹു വലിയ ദുആണ്. ഉമ്മയുടെ ദുആല്ലേ? വയനാട് ഭയങ്കര സമ്പന്നരായ ഒരു വിഭാഗമുണ്ട്, വലിയ മലഞ്ചരക്ക് വ്യാപാരികൾ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവിടുത്തെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ആ മഹാൻ അവിടെ ഒരു മദ്രസന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നു. അങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട ഒരു ആളുകളോട് കൂടെ ഇങ്ങനെ തിരിച്ചു പോവാണ്. അപ്പൊ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അന്ന് ഈ മതിൽ കെട്ടുകളും മറ്റൊന്നുമില്ല, വെയിലി അരികിൽ ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാത്തിരിക്കുമ്പോ തങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, തങ്ങൾ പാപ്പാ, ഞങ്ങൾക്കൊക്കെ ദ്വാരക്കണം കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞ് അപ്പോ വിളിച്ചു പറഞ്ഞിട്ട് തങ്ങൾ പാപ്പ തിരിഞ്ഞു നോക്കി. ആരപ്പ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ്? അടുത്തവരോട് ചോദിച്ചു പറഞ്ഞു, ആ സ്ത്രീയുടെ ഭർത്താവ് ഇപ്പൊ അടുത്ത് മരിച്ചിട്ടുള്ളൂ എന്നാണ്. എന്നാ അവിടെ നിന്ന് പോയി ദ്വാരക്കുക എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ കയറി ദ്വാരന്നു. പട്ടിണി പാവങ്ങൾ, 5-6 ആൺകുട്ടികൾ, ചെറിയൊരു പെൺകുട്ടിയൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ളൊരു ചെറിയ കുടുംബം. ആ സ്ത്രീ പറയാണ്, തങ്ങൾ അന്ന് വന്ന് ദ്വാരുന്നു, അതിനുശേഷം ഞാമത്തുകൾ മക്കളൊക്കെ വലുതായി, ഇന്ന് വയനാട്ട് വലിയ മലഞ്ചരക്ക് വ്യാപാരികളാണ്. തങ്ങളുടെ ദ്വാ മാത്രമല്ല, ആ ഉമ്മാന്റെ ഒരു ആഗ്രഹമാണ്. അതാണ്. എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയമില്ല. ചിന്തിച്ചു നോക്കുക. ഉമ്മയെ സ്നേഹിക്കാൻ, ഉമ്മയെ ബഹുമാനിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പറയട്ടെ.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിഷയമൊന്നും പൂർത്തീകരിച്ച് പറയാൻ സമയം നിങ്ങൾ സംഘാടകരോട് കോപിക്കരുത്. എന്നോട് സംഘാടകർ നാളെ നേരം വെളുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ വെസ്റ്റ് കോസ്റ്റിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സുഹൃത്ത് റിയാസ് റഹ്മാനി ഈ പരിപാടിക്ക് എന്നെ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ വെച്ചിരുന്നു, എനിക്ക് വെസ്റ്റ് കോസ്റ്റിന് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പരിപാടി വെസ്റ്റ് കോസ്റ്റിന് പോകണം. എനിക്ക് ആ വെസ്റ്റ് കോസ്റ്റിനോടുള്ള സ്നേഹം കൊണ്ടല്ല, നമ്മളൊരു ജോലി ചെയ്യുന്ന ആളെ മൈഷത്ത്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള അതിനോടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ്. അള്ളാഹു ഇതിലൊക്കെ ഖൈർ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിങ്ങനെ വാളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ നമ്മളൊരു ജോലി, വാളിന്റെ മുമ്പേ ഉള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യേണ്ട. ചെറിയ സ്ഥാപനം മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ അതിനൊരു കോട്ടം വരിക, അവിടെ നമ്മളുടെ ഒരു അസാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എവിടെ വാളിന് പോയാലും ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ അവിടെ ഞാൻ എത്താറുണ്ട്. ഒരു 1-2 മണിക്കൂറെങ്കിലും കോളേജിൽ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ ഒന്ന് നോക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് സിദ്ദീഖിനെയോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ നിങ്ങൾ ഒരിക്കലും അയാൾ നേരത്തെ നിർത്തി പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടെ നിങ്ങളോട് ആവശ്യപ്പെട്ടാണ്. 1-2 കാര്യങ്ങളും കൂടെ പറയാണ്. ഉമ്മയെ വേദനിപ്പിച്ചാൽ കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല. ഒരു പോയി ഉമ്മയെ വേദനിപ്പിച്ചാൽ ഖബറിൽ മര്യാദ കിടക്കാൻ കഴിയില്ല. ഉമ്മയെ വേദനിപ്പിച്ചാൽ മഹ്ശറിൽ അല്ലാഹുവിന്റെ നോട്ടുണ്ടാവൂല. ഖാല നബിയുനാ മുഹമ്മദ് മുസ്തഫ. അൽഖമ റളിയല്ലാഹു അൻഹു മരിക്കാൻ പോവാണ്. കലിമ ചൊല്ലി കൊടുത്തപ്പോൾ കലിമ ചൊല്ലുന്നില്ല. സ്വഹാബിയാണ്. റസൂലുള്ളാഹി ഓടിച്ചെന്നു. അൽഖമക്ക് കലിമ ചൊല്ലി കൊടുത്തു, ചൊല്ലുന്നില്ല. ഉമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് വേദനിക്കുന്ന എന്തെങ്കിലും അൽഖമ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ നബിയേ. അൽഖമ ഒരിക്കലും എന്നെ സ്നേഹിക്കാറുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഭാര്യയായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. റസൂൽ ചോദിച്ചു, ഉമ്മ നിങ്ങളത് പുറത്തു കൊടുക്കോ? ഇല്ല നബിയേ, ആ വേദന മാറ്റാൻ കഴിയില്ല. എന്നാൽ വിറക് കൊണ്ടുവരൂ. എന്തിനാ വിറക്? അവിടെന്ന് പറഞ്ഞു, അത് അൽഖമയെ കരിക്കുവാനാണ്. വേണ്ട നബിയെ, എന്റെ മോനൊന്നും ചെയ്യല്ലേ, ഞാനവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉമ്മ അള്ളാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചപ്പോ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി കലിമ ചൊല്ലി അദ്ദേഹം വഫാത്തായി. എന്നിട്ട് വഫാത്തായി റസൂലുള്ളാഹി പറഞ്ഞു, ഖബറടക്കം ചെയ്യുമ്പോ ആരെങ്കിലും സ്വന്തം ഭാര്യയെ, മാതാവിനെ അവഗണിക്കുന്ന രീതിയിൽ സ്നേഹിച്ചാൽ, ഉമ്മാക്ക് പ്രാധാന്യം നൽകാതിരുന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവനുണ്ടാകുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദുഫിന അഖ്വാലിദൈഹി, മാതാപിതാക്കളെ ബഹുമാനിക്കാതെ അവരെ വേദനിപ്പിക്കുന്ന ആൾ, അയാൾ ഖബറടക്കം ചെയ്യപ്പെട്ടാൽ അസ്റഹുൽ ഖബറു, ഖബർ അയാളെ ഞെരുക്കി കളയുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ഖിയാമത്ത് നാളിൽ